98% of the workforce are local, മലബാർ എന്നുള്ള ആൾക്കാർ. It took less than about a year and a half to build that team. എന്നുവെച്ചാൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് അവർക്ക് ടീം ബിൽഡ് ചെയ്യാൻ പറ്റി. അതൊരു നല്ലൊരു പോസിറ്റീവ് സൈനാണ് നമ്മുടെ കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. നമുക്കൊരു 10,000 മുകളിൽ IT വർക്ക് ഫോഴ്സിന് ഇപ്പോൾ ഇവിടെ കോഴിക്കോട് പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോടിന് നെക്സ്റ്റ് IT ഡെസ്റ്റിനേഷനെ കാണാൻ പറ്റുന്ന ഒരു രൂപയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നഗരം പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ ഡേറ്റിൽ നോക്കുകയാണെങ്കിൽ അന്ന് തൊട്ട് ഒരു 1.5 decades കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് 2 സൈബർ പാർക്ക് ഉണ്ട്, ഹൈലൈറ്റ് മോൾ ഉണ്ട്, കുറേ മോളുകളായി, ഹൈലൈറ്റ് മോൾ അല്ലാതെ ഫ്ലാറ്റുകളായി, ഇൻ്റർനാഷണൽ സ്കൂൾസായി. അപ്പോൾ അന്ന് പോരായ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് എല്ലാം കോഴിക്കോടിന് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. KSIDC ഉണ്ട്, KFC ഉണ്ട്, അങ്ങനെ കുറേ സംഘടനകൾ, ബാങ്ക്സ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരും കുറേ നമുക്ക് എന്താ പറയുക സ്റ്റാർട്ടപ്പിന് എക്സ്ക്ലൂസീവായിട്ട് കുറേ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് എ പ്രിറ്റി ബ്യൂട്ടിഫുൾ ഇക്കോസിസ്റ്റം വളർന്നു വരുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്. നമ്മൾ ഒരു ചെറിയൊരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 5ാമത്തെ 6ാമത്തെ പൊസിഷനിലെങ്ങാനാണ് കേരള. അപ്പോൾ കേരളത്തിൽ നിന്നൊരു യൂണിക്കോൺ കമ്പനിക്കുള്ള സാധ്യത ഉണ്ടോ? പോസ്റ്റ് കോവിഡിൽ 2 സൈബർ പാർക്കും കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടാണ്, റൈറ്റ്? സോ ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് ആസ് എ ബാഡ് ന്യൂസ്. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഗുഡും ബാഡുമാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ബാംഗ്ലൂരിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു മിഡിൽ മാനേജ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ വന്ന് ജോലി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി തേടണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, റൈറ്റ്? പക്ഷേ ഇന്ന് നമുക്ക് 100-200 പേരും കമ്പനികളുണ്ട്, നല്ലോണം ഗ്രോ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 200 എംപ്ലോയീസിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന കുറേ കമ്പനികൾ നമുക്ക് കോഴിക്കോട് കാണാൻ കഴിയും. IT മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു വരുന്നത് വെച്ചാൽ നൈറ്റ് ലൈഫിൻ്റെ ഒരു ചോദ്യം യങ്സ്റ്റേഴ്സ് ചോദിക്കാറുണ്ട്, റൈറ്റ്? ഇവിടെ നൈറ്റ് ലൈഫ് ഉണ്ടോ? ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ചെറിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു യങ്സ്റ്ററിന്, ഒരു യൂത്തിന് ഭയങ്കര അപാരമാണ്. ബിക്കോസ് ഫ്രീഡം ടു ഡു എനിത്തിങ് അക്കോർഡിംഗ് ടു യുവർ ഡിസയർ ആൻഡ് അംബിഷൻ. അന്ന് വിചാരിച്ച IT പാർക്ക് നമ്മൾ നേടാൻ കഴിഞ്ഞു. അതോടെ ആ സിറ്റി 1.0 നമ്മൾ ആക്ഷൻ ഐറ്റം അതായിരുന്നു, നമ്മൾ അച്ചീവ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് അത് അവസാനിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ തന്നെ IT ഇനീഷ്യേറ്റീവ് മാറ്റി കാലിക്കറ്റ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഇനീഷ്യേറ്റീവ്, റൈറ്റ്? എന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് KSN ഗ്ലോബലിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ അനിൽ ബാലനാണ്. അദ്ദേഹം ഇതിനു മുന്നേ ടെക് മഹീന്ദ്രയിലും HCL ടെക്നോളജീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആളൊരു പാഷനേറ്റ് ടെക്നോളജി എൻ്റർപ്രീനറാണ്. ഇപ്പം ലുക്കുഡു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു UPI ബേസ്ഡ് പേയ്മെൻറ്റ് ആപ്പിൻ്റെ ഫൗണ്ടറും കൂടിയാണ്. നമസ്കാരം സാർ. താങ്ക് യു വെരി മച്ച്. അപ്പം ഈ ലുക്കുഡു ആക്ച്വലി ആ ഒരു ആപ്പിനെ കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? എന്താണ് ആപ്പ് എന്നുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രാക്ട് വിത്ത് യു. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ആസ് എ മൾട്ടിനാഷണൽ കോർപ്പറേറ്റിൽ 10-20 വർഷം വർക്ക് ചെയ്തതിന് ശേഷം പൊതുവേ നമ്മൾ പറയുമല്ലോ വെൻ യു ഗെറ്റ് ഓൾഡ് യു സ്റ്റാർട്ട് ലുക്കിംഗ് ഔട്ട് യുവർ ഹോം ടൗൺ. ആ ഒരു സെയിം സിറ്റുവേഷനിലായിരുന്നു ഞാൻ. US വർക്ക് ഒരു 7.5 വർഷം US ഇരുന്നതിന് ശേഷം ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ ഇരുന്നതിന് ശേഷമാണ് നമുക്ക് കോഴിക്കോടിലോട്ട് തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം വന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. ആ മൂവ് ചെയ്യുമ്പോൾ തന്നെ ഞാനിപ്പോൾ ഒരു 10-20 വർഷത്തിൻ്റെ എക്സ്പീരിയൻസും വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഇക്കോസിസ്റ്റം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും ആ രീതിയിലായിരുന്നു ഞാൻ ഇവിടുത്തെ ഉള്ള സ്റ്റാർട്ടപ്പ്സ് മേഖലയിലും എല്ലാവരായിട്ടും മെൻറ്റർഷിപ്പും അവർക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു ഞാൻ എല്ലാവരായിട്ടും കണക്റ്റ് ആവുന്നതും അതേമാതിരി അവർ ഹെൽപ്പ് ചെയ്യാനും ഹാൻഡ് ഹോൾഡ് ചെയ്യാനും മെൻറ്ററിങ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും തുടങ്ങിയത്, റൈറ്റ്? ദാറ്റ്സ് എ പാഷൻ, റൈറ്റ്? സോ വിത്ത് ദാറ്റ് പാഷൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് ഓൾ ദിസ് IT കമ്പനികൾ. അങ്ങനെ കണ്ടപ്പോഴായിരുന്നു ഇങ്ങനത്തെ ഒരു ആശയം. എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത് എൻ്റെ ഒപ്പം പരിചയമുള്ള 2 പേരെ ഫൗണ്ടേഴ്സും കൂടി വന്ന് പറഞ്ഞു നമുക്കൊരു പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ എന്നുകൊണ്ടൊരു ആശയം വെച്ചു. ആ ആശയത്തോടെ നമ്മൾ കുറച്ച് ഡ്യൂ ഡിലിജൻസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി ലുക്ക് അറൗണ്ട് യു ഹൈപ്പർ ലോക്കൽ പേയ്മെൻറ്റ് ആപ്പ് നമ്മൾ തുടങ്ങി. സാധാരണ ചെറുകിട വ്യവസായികൾക്കും അതേമാതിരി കോർപ്പറേറ്റ്സിനും അവരുടെ എംപ്ലോയീസിനും എന്തൊക്കെ ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുന്ന അഗ്രിഗേറ്റഡ് ചെയ്ത് ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പേയ്മെൻറ്റ് ആപ്പാണ് അത്. താങ്കൾ ഈ ഒരു ഫേസിൽ എവിടുന്നാണ് ഒരു സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തത്? 91 എഞ്ചിനീയറിംഗ് NIT റായ്പൂർ എന്ന് ചെയ്തതിന് ശേഷം ആസ് എ പാർട്ട് ഓഫ് കരിയർ പല സ്ഥലത്തും ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി വിത്ത് ഗോയിങ് അബ്രോഡ്. സൗദി അറേബ്യ അതേമാതിരി പിന്നെ US, UK, മലേഷ്യ. എനി IT പ്രൊഫഷണൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്ത് വന്ന് ലാസ്റ്റ് ഞാൻ സെറ്റിൽ ആയത് ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ പ്രീവിയസ് മൈ കരിയർ ഞാൻ സൊനാട്ട, HCL, ടെക് മഹീന്ദ്ര അങ്ങനത്തെ കമ്പനികൾ വർക്ക് ചെയ്യാനുള്ള സാധ്യത കിട്ടി.
ലാസ്റ്റ് ഞാൻ ടെക് മഹീന്ദ്രയിൽ ഒരു ബിസിനസ് യൂണിറ്റ് ഹെഡായിട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വയൽ വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ സ്റ്റിൽ ഐ വാസ് കണക്റ്റഡ് വിത്ത് കാലിക്കറ്റ് ബീയിങ് ദി പ്ലേസ് ദറ്റ് ഐ ബിലോങ് ടു. ആൻഡ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ കാലിക്കറ്റ് മേഖലയിലേക്ക് കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് കാലഘട്ടം 2000 ഏർലി 2000 സമയ മേഖലയിലത്തെ കാര്യങ്ങളാണ്. അതിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ, വൈ കാലിക്കറ്റ്? കാരണം ആ കാലഘട്ടത്തിൽ കാലിക്കറ്റിലൊരു മാളില്ല, IT പാർക്സ് ഇല്ല, മേജർ ബിസിനസ്സുകളില്ല. ദെൻ വൈ കാലിക്കറ്റ്? അപ്പോർച്യൂണിറ്റി ഇഫ് യു ലുക്ക് അറ്റ് കേരള, നമുക്ക് ഒരു ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊച്ചി, ആൻഡ് ദെൻ ദി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ഒരു സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു പാഷൻ കോഴിക്കോടിൽ നമുക്ക് എന്തെങ്കിലും വളർത്തിയെടുക്കണം, അങ്ങനത്തെ ഒരു ഉദ്ദേശം വെച്ച് ആ ഒരു 2004-05 സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങുകയും കാലിക്കറ്റ് IT ഇനിഷ്യേറ്റീവ് തുടങ്ങുകയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നാസ്കോമിൻ്റെ സപ്പോർട്ട് കൂടി ഭയങ്കര ഒരു ഇവൻറ്റ് ടാഗോർ ഹാളിൽ വെച്ച് നടത്തിയായിരുന്നു. അവിടെ നടത്തിയപ്പോൾ നമ്മൾ ഇവിടുത്തെ ഷോക്കേസ് ചെയ്തത് കോഴിക്കോട് മേഖലയിലുള്ള ടാലൻറ്റിനെ നമ്മൾ എക്സ്പോസ് ചെയ്യാനും അതേമാതിരി പ്രഗത്ഭരായ MNCസിനും കമ്പനീസുകളിലും ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ കോഴിക്കോട് ഷോക്കേസ് ചെയ്തു. ആ സമയത്തിലാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി അവർ ഉന്നയിച്ച സെയിം പ്രോബ്ലംസ് ആയിരുന്നു. ഇവിടെ IT ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഇൻ്റർനാഷണൽ സ്കൂൾസ് ഇല്ല, അക്കോമഡേഷന് വേണ്ടിയിട്ട് ഫ്ലാറ്റ്സ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങൾ ആ സമയത്തൊരു ചോദ്യം തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് ആ സമയത്ത് ഈ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഇനീഷ്യേറ്റീവ് ഒരു ആക്ട് എടുത്തുകൊണ്ടും അല്ലെങ്കിൽ അതൊരു സ്റ്റെപ്പ് എടുത്തുകൊണ്ടായിരുന്നു നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും അതിനായിട്ട് കുറേ വർക്ക് ചെയ്ത് അതിൻ്റെ ബലമായിട്ടാണ് ഇന്ന് നമുക്ക് കിട്ടിയ IT സൈബർ പാർക്ക്. അപ്പോൾ IT സൈബർ പാർക്കിൽ സാങ്ഷൻ ആകുമ്പോൾ തന്നെ നമ്മൾ പാരലായിട്ട് ഊരാലുങ്കലായിട്ട് സംസാരിച്ചിട്ട് ഒന്നെങ്കിൽ പ്ലാൻ ബി ആയിട്ട് നമുക്ക് UL സൈബർ പാർക്കും കൂടി വേണമെന്ന് വെച്ചിട്ടായിരുന്നു നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓവർ എ പീരീഡ് ഓഫ് 7 years നമുക്ക് 2 സൈബർ പാർക്കും കിട്ടി. ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ അന്ന് പറഞ്ഞ പോരായ്മകളൊക്കെ ഇപ്പോൾ കോഴിക്കോട് നഗരം പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ ഡേറ്റിൽ നോക്കുകയാണെങ്കിൽ അന്ന് തൊട്ട് നിന്ന് ഒരു 1.5 decades കഴിഞ്ഞ് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് 2 സൈബർ പാർക്ക് ഉണ്ട്, ഹൈലൈറ്റ് മോൾ ഉണ്ട്, കുറേ മോളുകളായി, ഹൈലൈറ്റ് മോൾ അല്ലാതെ കുറേ മോളുകളായി, ഫ്ലാറ്റുകളായി, ഇൻ്റർനാഷണൽ സ്കൂൾസായി. അപ്പോൾ അന്ന് പോരായ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് എല്ലാം കോഴിക്കോടിന് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു സാഹചര്യത്തിൽ IT ഇക്കോസിസ്റ്റമിനെ വളരാനുള്ള കുറേ നമ്മൾ സാധ്യതകളും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു 10-20 കമ്പനികൾ ഉണ്ടായിരുന്ന സംഖ്യ ഇന്ന് 220ഓളം IT മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഇവിടെ കോഴിക്കോടുണ്ട്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ IT ഈ എന്താ പറയുക നമ്മുടെ വർക്ക് ഫോഴ്സ് നമുക്കൊരു 10,000-ന് മുകളിൽ വർക്ക് ഫോഴ്സ് IT വർക്ക് ഫോഴ്സിന് ഇപ്പോൾ ഇവിടെ കോഴിക്കോട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ കുറേ സ്ഥലത്തൊക്കെ മാറ്റി കുറേ ഡിഫറൻസ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി റിയലി വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് കോഴിക്കോടിന് നെക്സ്റ്റ് IT ഡെസ്റ്റിനേഷനെ കാണാൻ പറ്റുന്ന ഒരു രൂപയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് പാരലായിട്ട് താങ്കൾ KSN ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ തിങ്ക് ക്യാൻ ബി കോൾഡ് ആസ് എൻ ഓർഗനൈസേഷൻ ഓർ സൊസൈറ്റി, റൈറ്റ്? സോ അത് ഫൗണ്ട് ചെയ്തത് എങ്ങനെയാണ്? ആ ഒരു ജേർണി എങ്ങനെയാണ്? KSNൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമായൊരു സ്റ്റോറിയാണ്. കോവിഡ് കാലത്തിന് കുറച്ച് മുന്നേ ആയിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇവിടെ ഒരു പ്രോഗ്രാം കൊച്ചിയിൽ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തായിരുന്നു. ആ പ്രോഗ്രാമിൽ ഒരു 10-20 ഫൗണ്ടേഴ്സും കൂടി ജോയിൻ ചെയ്തിട്ട് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു യങ് ഫൗണ്ടർ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ടൊരു ആശയം ചെയ്തിട്ട് നമുക്ക് പരസ്പരം ഇൻട്രാക്ട് ചെയ്യാം ആസ് എ ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ വാട്സപ്പ് ഗ്രൂപ്പ് പതുക്കെ അതിൻ്റെ ലിമിറ്റിന് ഉപരി പോവുക എന്ന് പറയും. ആ സമയത്ത് ഒരു 156 ആയിരുന്നു നമ്മുടെ വാട്സപ്പിൻ്റെ ലിമിറ്റ്. ആ 156 ലിമിറ്റ് വരെ നമ്മൾ വിത്തിൻ 14-15 ഡേയ്സ് ഒരു മാസത്തിനുള്ളിൽ ആ ഫുൾ ഫൗണ്ടേഴ്സ് വരിക വെച്ചാൽ KSN. അപ്പോൾ അതിനാശയം എന്ന് വെച്ചാൽ 4 founders by founders. ഇറ്റ്സ് ഒരു എന്താ പറയുക ഫൗണ്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയായിട്ട് അതിൽ നമ്മൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുക, പരസ്പരം അവർക്ക് എന്താ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിലൊരു മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ നോളജ് ഷെയറിങ് ചെയ്യുക, ഹാൻഡ് ഹോൾഡ് ചെയ്യുക. ഈ കാര്യമായിരുന്നു നമ്മൾ KSN ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴായിരുന്നു നമ്മൾ കോവിഡായിട്ട് ഹിറ്റ് ചെയ്യുന്നതും ആ സമയത്ത് നമ്മളെല്ലാവരും ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലോട്ട് മാറുന്നതും. അപ്പോൾ ഓൺലൈൻ നമ്മൾ കുറേ സെഷൻസ് ചെയ്യാനും അതേമാതിരി കുറേ പ്രഗത്ഭരായ ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ മെൻറ്റേഴ്സും അവരുടെ സ്പീക്കേഴ്സിനെ കൊണ്ടുവന്ന് നമ്മൾ ഓൺലൈൻ സെഷൻസ് കുറേ ചെയ്തു. അങ്ങനെ ചെയ്ത് ഒരു കാലത്ത് നമ്മൾ വിചാരിച്ചു ഇതുവരെ നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല, ഈ 150 ആൾക്കാർ ഫൗണ്ടേഴ്സ് കണ്ടിട്ടില്ല. എല്ലാം കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്ട്സും ഉണ്ട്.
ഇപ്പോൾ KSN എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഉള്ളിൽ ഫൗണ്ടേഴ്സ് ഫ്രം ട്രിവാൻഡ്രം, കൊച്ചി, കാസർഗോഡ്, പത്തനംതിട്ട, പെരിന്തൽമണ്ണ, പാലക്കാട്, തൃശ്ശൂർ, കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഫൗണ്ടേഴ്സാണ് അതിലുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ കണ്ട ഒരു വ്യത്യസ്തത പറഞ്ഞാൽ എവറിബഡി ഈസ് കോൺട്രിബ്യൂട്ടിങ് ടു ദി വെൽനെസ് ഓഫ് ദി ഫൗണ്ടേഴ്സ്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മളൊരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് 648 650 ഫൗണ്ടേഴ്സും കൂടിയ ഒരു കൂട്ടായ്മ, സെൽഫ് ഗ്രോൺ കമ്മ്യൂണിറ്റിയാണ് ഇത് KSN ഗ്ലോബൽ. ഇതിൽ ഉദ്ദേശം ഒന്നുമില്ല, പരസ്പരം ഹെൽപ്പ് ചെയ്യുക. ഓരോ കാര്യത്തിനും നമുക്ക് എന്തായാലും ശരി, വിതർ ഫണ്ടിങ് ആയാലും ശരി, നോളജ് ആയാലും ശരി, പ്ലാറ്റ്ഫോം ഡെവലപ്മെൻ്റ് ആയാലും ശരി, എന്ത് സഹായങ്ങളും പരസ്പരം ചെയ്ത് എല്ലാവരും കൂടി വളരുക എന്നുള്ളൊരു ആശയം വെച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദ്യം ചെയ്തായിരുന്നു, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ KSNും KSും എന്താണ്? അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഡോക്ടർ സജി ഗോപിനാഥ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആയിരുന്നു, റൈറ്റ്? അങ്ങേര് ചെയ്ത എല്ലാ ദാറ്റ്സ് വാട്ട് പ്രോബ്ലി ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഫ്രൂട്ട് അങ്ങേരും അങ്ങേരുടെ ടീമിൻ്റെ ഒരു ഭയങ്കര ഒരു വിഷൻ ഡ്രൈവാണ് നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനെ ഇന്ന് ഒരു ടോപ്പ് 5 സ്റ്റേറ്റ്സിൽ കേരള സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വളർത്തിയതിനുള്ള ഒരു കാരണം. ഇത് നമ്മൾ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്, ഇതൊരു സെൽഫ് ഗ്രോൺ കമ്മ്യൂണിറ്റി ഡ്രിവൻ ആണ്. നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പാർട്ട്നേഴ്സാണ്. അപ്പോൾ ആ രീതിയിൽ ഇക്കോസിസ്റ്റം വളർത്തുക എന്നുള്ളൊരു ആശയം ഇതിലാണ് നമ്മൾ രണ്ടുപേരും കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വരുന്നത്. വെരി ക്ലോസ്ലി വിത്ത് ബോത്ത് ഓഫ് ദം. അതല്ലാതെ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഇക്കോ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ വേറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. ടൈ കേരള ഉണ്ട്, CII, അതും കൂടി പറയാം. CIIയുടെ കൺവീനറാണ് കേരള സ്റ്റാർട്ടപ്പ് പാനലിൻ്റെ ഞാൻ. ഓക്കെ, ഇപ്പോൾ CII ഉണ്ട്, ടൈ ഉണ്ട്, ഹെഡ് സ്റ്റാർട്ട് ഉണ്ട്, അതേമാതിരി അപ്പാർട്ട് ഫ്രം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പിന്നെ ഇവിടെ ഇൻക്യുബേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കേരളത്തിൻ്റെ ഒരു ഐ തിങ്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ നാട്ടിൽ ആർക്കും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഒരുപാട് ഡോർസ് ഓപ്പൺ ആണ്. ആബ്സല്യൂട്ട്ലി, കുറേ ഡോർസ് ഓപ്പൺ ആണ്. അപ്പോൾ KSM ചെയ്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്, ബിക്കോസ് IDC എന്നാണ് തുടങ്ങുന്നത് നമ്മൾ, റൈറ്റ്? IDCയിൽ കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഒരു ഓൺടർപ്രണർഷിപ്പ് കൾച്ചർ ബിൽഡ് ചെയ്യുക, അവിടെ നിന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് അവർക്ക് ഗ്രാൻറ്റ്, ബേസിക് ഗ്രാൻറ്റ്സ്, ഐഡിയ ഗ്രാൻറ്റ് ഉണ്ട്, പിന്നെ സ്കെയിലപ്പ് ഗ്രാൻറ്റ്, അങ്ങനെ പദ്ധതികൾ നമ്മൾ കുറേ ആവിഷ്കരിച്ചിട്ടുണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ആ പദ്ധതികളിലൂടെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ ഓൺടർപ്രണർ വരെ എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം മുന്നേ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ KSM ഹാസ് ഡൺ എ റിയലി ഗുഡ് ജോബ് ഇൻ ക്രിയേറ്റിംഗ് ദാറ്റ് ഇക്കോസിസ്റ്റം അറ്റ് ദ ബോട്ടം. അതിന് മുകളിൽ പോയാലാണ് ഇപ്പോൾ ടൈം പോലത്തെ സംഘടന അല്ലെങ്കിൽ കുറേ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് പിച്ചിങ്ങും ആ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ സ്കെയിലപ്പ് ഗ്രാൻഡും വേറെ പദ്ധതി. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫണ്ടിങ്ങിൽ ഇപ്പോൾ കേരള KSIDC ഉണ്ട്, റൈറ്റ്? ദേ ആർ ഓൾസോ വെരി വർക്കിംഗ്. ഇറ്റ്സ് എ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. KSIDC ഉണ്ട്, KFC ഉണ്ട്, അങ്ങനെ കുറേ സംഘടനകൾ, ബാങ്ക്സ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരും കുറേ നമുക്ക് എന്താ പറയുക, സ്റ്റാർട്ടപ്പിന് എക്സ്ക്ലൂസീവായിട്ട് കുറേ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് എ പ്രിറ്റി ബ്യൂട്ടിഫുൾ ഇക്കോസിസ്റ്റം വളർന്നു വരുന്നുണ്ട്. അപ്പോൾ കുറേ നല്ല സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം കേരളത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു ചെറിയൊരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 5ാമത്തെ 6ാമത്തെ പൊസിഷനിലെങ്ങാനാണ് കേരള. അപ്പോൾ കേരളത്തിൽ നിന്നൊരു യൂണിക്കോൺ കമ്പനിക്കുള്ള സാധ്യത ഉണ്ടോ? ഇതിൽ ഞാൻ 2 രീതിയിലാണ് ഞാൻ ആൻസർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് എന്ന് വെച്ചാൽ, നമുക്ക് റൈറ്റ്ലി സെഡ് ഇവിടെ കുറേ സ്റ്റാർട്ടപ്സ് ഉണ്ട്. നമ്മൾ ഒരു ഇൻഡസ്ട്രി, നമ്മൾ ഹിസ്റ്ററി ഓഫ് കേരള നോക്കുകയാണെങ്കിൽ വി ആർ നോട്ട് ആൻ ഇൻഡസ്ട്രിയലിസ്റ്റ് സ്റ്റേറ്റ്, വി ആർ എ കൺസ്യൂമർ സ്റ്റേറ്റ്. കൺസ്യൂമർ സ്റ്റേറ്റ് ആയി വരുമ്പോൾ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ അത് എങ്ങനെ ഫിനാൻഷ്യലി നമുക്ക് കൊണ്ടുവരാൻ പറ്റും, റൈറ്റ്? ഇപ്പോൾ നമ്മൾ കുറേ സ്റ്റാർട്ടപ്സ് കാണുന്നുണ്ട് ഹു ആർ ഇൻ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഇൻ ടു ദി നെക്സ്റ്റ് ലെവൽ, റൈറ്റ്? ഇപ്പോൾ 100th യൂണിക്കോൺ നമുക്ക് കിട്ടിയത് ഓപ്പൺ ബാങ്ക്, ഓപ്പൺ ടെക്നോളജീസ്, നമ്മൾ കേരളത്തിൽ തന്നെ ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ അതേമാതിരി കുറേ നല്ല സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്. തീർച്ചയായും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. യൂണിക്കോൺ നെക്സ്റ്റ് ലെവൽ, അതിന് പുറമെ അപ്പാർട്ട് ഫ്രം 1 യൂണിക്കോൺ നമുക്ക് കുറേ യൂണിക്കോൺസ് ഇവിടെ വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. വി ഷുഡ് സീ സംതിങ് ഹാപ്പനിങ് ഫ്രം ദെയർ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പിലുള്ള ഒരുപാട് എൻ്റർപ്രീനേഴ്സ് ഉണ്ട്. അപ്പം ഇവർക്കുള്ള ഈ ഒരുപാട് ലീഡർഷിപ്പ് ഗൈഡൻസ് കൊടുക്കേണ്ടി വരും. അപ്പം അത് താങ്കളെ പോലെയുള്ള എന്താ പറയുക ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ KSN ഗ്ലോബൽ വഴിയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് ഏതൊക്കെ രീതിയിലുള്ള ഗൈഡൻസ് ആണ് താങ്കൾ കൊടുക്കുന്നത്?
ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ഓൺട്രപ്രണറിന് കുറേ ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസ് നാവിഗേറ്റ് ചെയ്യാൻ റൈറ്റ് മെൻറ്റർഷിപ്പ് ഭയങ്കര ആവശ്യമാണ്. റൈറ്റ്. ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ തന്നെ ദർ ആർ മെൻറ്റേഴ്സ് ഹു ആർ ഡെസിഗ്നേറ്റഡ് മെൻറ്റേഴ്സ്. അവർ തന്നെ നമ്മൾ നോമിനേറ്റ് ചെയ്ത് മെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ വേറൊരു എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ കണ്ണൂരിൽ തന്നെ മൈസോൺ എന്ന് പറഞ്ഞിട്ടൊരു ഇൻക്യുബേറ്റർ ഉണ്ട്. റൈറ്റ്. മൈസോണിൻ്റെ ഉള്ളിൽ കുറേ മീൻസ് ആ ഓർഗനൈസേഷൻ്റെ കീഴേ തന്നെ കുറേ മെൻറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ മെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു സീനിയർ ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹു ഹാസ് ബിൽഡ് ഇറ്റ്, ഹു ഹാസ് ബീൻ ഇൻ ടു ദി കോർപ്പറേറ്റ്, ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾ. റൈറ്റ്. ഇവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യുക. റൈറ്റ്. ഒരു മാർഗ്ഗദർശനം കൊടുക്കുക, റൈറ്റ് ഡയറക്ഷനിലേക്ക് എത്തിക്കാൻ നോക്കുക. ബിക്കോസ് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആ രീതിയിൽ ഏത് മേഖലയിലാണോ, ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇനീഷ്യൽ ഒരു കമ്പനി ഫോർമേഷൻ ആവാം. സെക്കൻഡ് നോക്കുന്നത് നമുക്ക് ടെക്നിക്കൽ രീതിയിൽ ആവാം. ഒരു ആർക്കിടെക്റ്റ്, ഒരു ഡിസൈന്, ഏത് ബിസിനസ്സാണ് വേണ്ടത്, ഏത് മോഡലിലേക്കാണ് നിങ്ങൾ എടുക്കേണ്ടത്, അങ്ങനത്തെ ഒരു കാരണമാവാം. ഫിനാൻഷ്യൽ മോഡലിംഗ് അല്ലെങ്കിൽ ഫിനാൻസിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ മേഖലയിൽ നമുക്ക് ആ ഒരു എക്സ്പെർട്ടീസ് കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെൻറ്റേഴ്സ് കേരളത്തിലുണ്ട്. കേരളത്തിനുപരി ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആയാലും ശരി, ടൈ ആയാലും ശരി, അല്ലെങ്കിൽ മൈസോൺ ആയാലും ശരി, ഈ KSN ആയാലും ശരി, ഇതിലെല്ലാത്തിലും നമുക്ക് കുറേ സീനിയർ ബിസിനസ് മെൻസ് ഉണ്ട്. റൈറ്റ്. മേ ബി വി ക്യാൻ കോൾ ഇറ്റ് എ ഫസ്റ്റ് ജനറേഷൻ ബിസിനസ് ഹൗസസ്, ബിസിനസ് ലീഡേഴ്സ്, കോർപ്പറേറ്റ്സിൽ വർക്ക് ചെയ്ത ആൾക്കാരും ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരും, പ്രൊഫഷണൽസ് നമ്മുടെ ഇതിലുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം അവിടെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഇക്കോ സിസ്റ്റമാണ് ശരിക്കും ഇവിടെ വളർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വരാം. നമ്മൾ കൊച്ചിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊച്ചിയിൽ ഇപ്പം കോഗ്നിസൻറ്റ്, സാപ്പ്, ടാറ്റ, ഹ്യൂജ് കമ്പനീസ് ഉണ്ട് കോഴിക്കോട്, നമുക്കറിയാലോ. പക്ഷെ നമ്മൾ കോഴിക്കോടേക്ക് വരുന്നിടത്ത് കോഴിക്കോട് ഇപ്പം നമുക്ക് ടാറ്റ എലിക്സി ഉണ്ട്. ഓൾമോസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് എല്ലാ ബിൽഡിങ്ങും ഫുള്ളാണ്. അപ്പോൾ അത് നല്ലൊരു ഗുഡ് സൈനുമാണ്, ബാഡ് സൈനാണ്. പക്ഷേ അത് എന്തായാലും പുതിയ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം കോഴിക്കോടേക്ക് ഈ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ വരാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായും. ടാറ്റ എലിക്സി മാതിരിയുള്ള മറ്റു കമ്പനീസ്. അതാണ് അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ദിസ് റിയലി ഗ്രേറ്റ് ബ്ലെസ്സിങ്സ്. നമുക്ക് കോഴിക്കോടിന് പറയാൻ പറ്റുന്ന ഒരു മൾട്ടിനാഷണൽ ടാറ്റ എലക്സൈ ഇവിടെ വന്ന് അവർ സെറ്റപ്പ് ചെയ്യുകയും അവരുടെ ലേണിങ്സ് ഇപ്പോൾ ഈയിടെ മലബാർ ചേംബറിൽ വെച്ച് നമ്മളൊരു ഡിസ്കഷനിൽ MD ടാറ്റ എലക്സൈഡ് MDനെ നമ്മൾ ക്ഷണിക്കുകയും ചെയ്തു. സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ അവർക്ക് ഒരു 300 പീപ്പിൾ ടീം സെറ്റപ്പ് ചെയ്യാൻ ഷോർട്ട് പീരീഡ് ടൈം എടുത്തുള്ളൂ. അത് അങ്ങനെ പറഞ്ഞ ഒരു മെസ്സേജാണ്. റൈറ്റ്. ഇറ്റ് ടുക്ക് ലെസ് ദാൻ അബൌട്ട് year and a half ടു ബിൽഡ് ദ ടീം. എന്നുവെച്ചാൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് അവർക്ക് ടീം ബിൽഡ് ചെയ്യാൻ പറ്റി. അതൊരു നല്ലൊരു പോസിറ്റീവ് സൈനാണ് നമ്മുടെ കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഒന്ന്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് 98% ഓഫ് ദി വർക്ക് ഫോഴ്സ് ആർ ലോക്കൽ, മലബാർ എന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് രണ്ട് നമുക്ക് പോസിറ്റീവ് സൈൻസ് ആണ്. ടാറ്റ എലിക്സിയിൽ വർക്ക് ചെയ്യുന്ന 98% വർക്ക് ഫോഴ്സും നമ്മുടെ കോഴിക്കോടുകാരാണ്. കോഴിക്കോടല്ല, മലബാർ ലോക്കൽ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് നമുക്കിവിടെ സ്കില്ലില്ല, ആൾക്കാരനെ കിട്ടുന്നില്ല. തീർച്ചയായിട്ടും അതൊരു ചലഞ്ച് ആയിരിക്കാം. പക്ഷേ ടാറ്റ എലക്സൈ എന്ന് പറയുന്ന ഒരു കമ്പനി അങ്ങനെ നമുക്ക് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, റൈറ്റ്. നമ്മൾ ഇത്ര കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് സ്കിൽസിൻ്റെ ഒരു അപാകത ഉണ്ടെന്നും ആ സ്കിൽസ് അവർക്ക് 98% അല്ലെങ്കിൽ മോർ ദാൻ 90% അവർക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റി. റൈറ്റ്. അതൊരു പോയിന്റാണ്. അപ്പോൾ ആ ഒരു മെസ്സേജാണ് ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള മൾട്ടിനാഷണൽസ് കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജ്. റൈറ്റ്. സോ വാട്ട് യു ആർ തിങ്കിങ് ബിഫോർ, ഇവിടെ സ്കിൽസ് ഇല്ല അല്ലെങ്കിൽ ചാലഞ്ചസ് ഉണ്ട്, അതിൻ്റെ ഒരു വാലിഡേഷനാണ് ഇപ്പോൾ അന്ന് നമ്മുടെ MD വന്ന് സംസാരിച്ച് പറഞ്ഞത്. നൗ വി ഹാവ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് നിങ്ങൾ വലിയ മൾട്ടിനാഷണൽസ് ആണെങ്കിലും ബാക്കിയാണെങ്കിലും ഇവിടെ വന്നിട്ട് സെറ്റപ്പ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞ മാതിരി നമുക്ക് ഇവിടെ സ്ഥലങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. റൈറ്റ്. UL സൈബർ പാർക്ക് ഇപ്പോൾ പോസ്റ്റ് കോവിഡ് അത് ഗുഡ് ന്യൂസാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് കോവിഡിൽ 2 സൈബർ പാർക്കും കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടാണ്. റൈറ്റ്. സോ ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് ആസ് എ ബാഡ് ന്യൂസ്. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഗുഡും ബാഡുമാണ്. ബാഡ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു കമ്പനിക്ക് അവിടെ വളരാനുണ്ടെങ്കിൽ സാധ്യതകൾ കുറവാണ്. ബിക്കോസ് ദർ ഇസ് നോ സ്പേസ്. ഈ ഒരു ആശയം എഗെയിൻ ചേംബറിൽ വെച്ച് നമ്മൾ ഇങ്ങനെ ഡിസ്കസ്. ചേംബർ എന്ന് പറയുമ്പോൾ മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ഈസ് ദി ഓൾഡസ്റ്റ്, 95 ഇയേഴ്സ് ഓൾഡ് ഒരു ചേംബറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ബേസിക്കലി വി ലുക്ക് അറ്റ് ഓൾ ദിസ് ആസ്പെക്ട്സ് ലൈക്ക് ഹൗ വി ക്യാൻ ബിൽഡ് ദിസ് സിറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ചേംബർ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നതും
അന്ന് ഒരു 1.5 ഡിക്കേഡ് മുമ്പേ നമ്മൾ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന തുടങ്ങിയത് അതേ പിന്നെ റിവൈവ് ചെയ്യാമെന്നും അതിനെ കുറച്ചും കൂടി സ്ട്രക്ചർ ചെയ്ത് ഏത് രീതിയിൽ നമുക്ക് കോഴിക്കോട് എന്നുള്ളൊരു സിറ്റീനെ IT ഇക്കോസിസ്റ്റം വളർത്തിയെടുക്കാം എന്നുള്ളൊരു ആശയത്തോടെ നമ്മൾ പിന്നെയും സിറ്റി 2.0 എന്ന് പറഞ്ഞിട്ടൊരു ഇനീഷ്യേറ്റീവ് തുടങ്ങി. ഇപ്പം തുടങ്ങി, റൈറ്റ്. സിറ്റി 2.0 അന്ന് നമ്മൾ പറഞ്ഞത് കാലിക്കറ്റ് IT ഇനീഷ്യേറ്റീവ് ആയിരുന്നു. അന്ന് വിചാരിച്ച IT പാർക്ക് നമ്മൾ നേടാൻ കഴിഞ്ഞു. അതോടെ ആ സിറ്റി 1.0യുടെ നമ്മുടെ ആക്ഷൻ ഐറ്റം അതായിരുന്നു, നമ്മൾ അച്ചീവ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് അത് അവസാനിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ തന്നെ IT ഇനീഷ്യേറ്റീവ് മാറ്റി കാലിക്കറ്റ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഇനീഷ്യേറ്റീവ്, റൈറ്റ്. എന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ വെച്ച് സിറ്റി 2.0 ഫോം ചെയ്യുകയും അതിനെ 9 ഓർഗനൈസേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൈകോർത്ത് പിടിച്ച് ഒരു സൊസൈറ്റി ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ദി കൈൻഡ് ഇൻ ഇന്ത്യ വെയർ ഗവൺമെൻറ് premium educational institutions and bodies like ചേംബർ ഇവരെല്ലാവരും കൂടി ചെയ്ത ഒരു സംഘടനയാണ് കാലിക്കറ്റ് ഇന്നോവേഷൻ ടെക്നോളജി ഇനീഷ്യേറ്റീവ് സിറ്റി 2.0. ഇതിൽ 9 ഓർഗനൈസേഷൻസ് ഉള്ളത്. IM കോഴിക്കോടും NIT കോഴിക്കോടും ഇതിൻ്റെ ഭാരവാഹികളാണ്. അതിനുപരി ഇപ്പോൾ ചേംബറാണത് ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിലും ക്രെഡായി, കാലിക്കറ്റ് മാനർ അസോസിയേഷൻ, കാഫിറ്റ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാഫിറ്റ് ഈസ് അഗെയിൻ ആൻ ഓർഗനൈസേഷൻ ഓഫ് കാലിക്കറ്റ് ഫോറം ഓഫ് IT. ഇവിടുത്തെ എല്ലാ IT മേഖലകളുടെ ഒരു കൂട്ടായ്മയാണ് കാഫിറ്റ് ഉണ്ട്, CMA ഉണ്ട്, കാലിക്കറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ 2 സൈബർ പാർക്കും, UL സൈബർ പാർക്കും ഗവൺമെൻറ് സൈബർ പാർക്കും, പിന്നെ ഇതെല്ലാത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് ഓണറായുള്ള കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഇങ്ങനെ 9 സംഘടന കൂടിയിട്ടാണ് നമ്മൾ സിറ്റി 2.0 നമ്മൾ രൂപീകരിക്കുന്നത്. വിത്ത് ഓൺലി സിംഗിൾ വിഷൻ, കോഴിക്കോടിനെ നമ്മളുടെ IT ഇക്കോസിസ്റ്റം വളർത്തുക. ഇതല്ലാതെ വേറൊരു നമുക്ക് അജണ്ടയില്ല, റൈറ്റ്. ഹൗ ടു ബിൽഡ് ദി IT ecosystem. Now we know that തിരുവനന്തപുരം, കൊച്ചി are all reaching it to the level. നെക്സ്റ്റ് നമുക്ക് മലബാർ, കോഴിക്കോട് വളർത്തണം. ആ ഒരു ആശയത്തോടെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സിറ്റി 2.0 രൂപീകരിച്ച് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ലോങ് ടേം വിഷനാണ് ചെയ്തിരിക്കുന്നത്. ഒരു 5 year പ്ലാൻ, 10 year പ്ലാൻ. 5 വർഷത്തിനുള്ളിൽ നമുക്ക് കോഴിക്കോടിനെ ഏത് രീതിയിലാണ് നമ്മൾ കാണുന്നത്, റൈറ്റ്. ബട്ട് ലാക്ക് ഓഫ് ജോബ്സ് ഇൻ 5 years. ആൻഡ് ദെൻ സിമിലർലി ഓൺ 10 year പ്ലാൻ. അങ്ങനത്തെ ഒരു റോഡ് മാപ്പ് വെച്ചിട്ടാണ് സിറ്റി 2.0 പ്രവർത്തിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം നേരത്തെ താങ്കൾ ടാലൻസിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ടാറ്റ ലെക്സിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു ടാലൻസിൻ്റെ. പക്ഷേ നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ NIT ഉണ്ട്, IIM ഉണ്ട്, പിന്നെ മറ്റൊരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു ആവറേജ് പേ സ്കെയിൽ എത്രയാണ്? ഇപ്പം എനിക്കറിയാം, ഇപ്പം ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 40 LPA, 50 LPA, ഇറ്റ് ഗോസ് അപ്പ് ടു 1 CR LPA, അല്ലേ, സോറി 1 CR per annum. മോർ ദാൻ ദാറ്റും കിട്ടുന്നവരുണ്ട്. അപ്പം ആ ലെവലിലുള്ള ടാലൻസ് നമുക്ക് ആക്ച്വലി കോഴിക്കോട് അവൈലബിൾ ആണോ? അവൈലബിൾ ആണോ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നുണ്ട്, ഇല്ല എന്നുണ്ട്. ഇറ്റ്സ് ബോത്ത് യെസ് ആൻഡ് നോ. അതിന് കാരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ IT പാർക്ക് നമ്മൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ IT പാർക്ക് ഇൻഫ്രാസ്ട്രക്ചർ റെഡി ആയതിനു ശേഷം നമ്മൾ കുറച്ച് റോഡ് ഷോസ് ചെയ്തായിരുന്നു, റൈറ്റ്. ബാംഗ്ലൂർ അങ്ങനത്തെയുള്ള പ്രഗത്ഭരായ സിറ്റീസിൽ. അപ്പോൾ അവിടെ നിന്ന് കണ്ട ഒരു ഔട്ട്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡിൽ മാനേജ്മെൻറ്റ് നമുക്ക് താഴെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി ബോട്ടം ഓഫ് ദി പിരമിഡ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഇവിടെ കുറേ ഉണ്ട്. വെദർ ഇറ്റ്സ് IT ആയാലും ശരി, എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയാലും ശരി, പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയാലും ശരി. ബോട്ടം ഓഫ് ദി പിരമിഡ് നമുക്ക് സ്കിൽസ് അവൈലബിളാണ്. ടോപ്പ് ഓഫ് ദി പിരമിഡ് സീനിയർ ലീഡർഷിപ്പ്, റൈറ്റ്. അബൌട്ട് 20 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും നമുക്കിവിടെ കുറേ പേര്, ഇപ്പോൾ എൻ്റെ പോലെ ആൾക്കാർ തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിൽ ഇരുന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുള്ള ആൾക്കാരും ഉണ്ട്. ഈ മിഡിൽ ഓഫ് ദി പിരമിഡിലാണ് ഈ പറഞ്ഞ മേഖല വരുന്നത്. അതൊരു ചലഞ്ച് ആയിരുന്നു. എന്ന് വെച്ചാൽ IT കമ്പനികളില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു ബാംഗ്ലൂരിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു മിഡിൽ മാനേജ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ വന്ന് ജോലി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി തേടണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, റൈറ്റ്. പക്ഷേ ഇന്ന് നമുക്ക് 10-200 പേരും കമ്പനികളുണ്ട്, നല്ലോണം ഗ്രോ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 200 എംപ്ലോയീസിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന കുറേ കമ്പനികൾ നമുക്ക് കോഴിക്കോട് കാണാൻ കഴിയും, റൈറ്റ്. സോ ദാറ്റ് ഹാസ് റിയലി മെയ്ഡ് എ ചേഞ്ച്. അപ്പോൾ ഫ്രം എ കോമ്പൻസേഷൻ പെർസ്പെക്റ്റീവ് മേ ബി ബേസിക് സാലറീസ് അതില്ല എന്നുണ്ടെങ്കിലും
ആ ലെവൽ ഓഫ് സാലറീസ് വാട്ട് മൾട്ടിനാഷണൽസ് കൊടുക്കുന്ന സാലറീസ് നമ്മൾ കാണുന്ന ചെന്നൈയോ അല്ലെങ്കിൽ ഹൈദരാബാദോ ബാംഗ്ലൂരിലോ ഉള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന കോമ്പൻസേഷൻ നമ്മൾ ഇവിടെയും കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് റിയലി ഈസ് ഗുഡ്. ആൻഡ് ഐ തിങ്ക് മൈ ഹംബിൾ റിക്വസ്റ്റ് ടു ഓൾ ദി പീപ്പിൾ അറൗണ്ട് ഐ ടി മേഖലയിലുള്ള എല്ലാവരോടും പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് നോക്കുക, റൈറ്റ്. നമ്മൾ കോഴിക്കോടാണെങ്കിൽ ലിറ്ററസിയിൽ നമുക്ക് ഭയങ്കര ഇതാണ്. ഐ മീൻ വെരി റീസെൻ്റ്ലി വി ഗോട്ട് ആൻ അവാർഡ് ഫ്രം ദാറ്റ് ഓൾസോ. യുനെസ്കോയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് സിറ്റി ടു ലിവ് ഇൻ എന്നുള്ളൊരു അംഗീകാരം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഇവിടെ ട്രൈ ചെയ്യുക. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു ലിവ് ഇൻ ആൻഡ് പീസ്ഫുൾ പ്ലേസ്, വെരി ഗുഡ് പ്ലേസ്. യു ക്യാൻ ഗോ ടു വയനാട്. ഒരു എന്നുവെച്ചാൽ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു വരുന്നത് വെച്ചാൽ നൈറ്റ് ലൈഫിൻ്റെ ഒരു ചോദ്യം യങ്സ്റ്റേഴ്സ് ചോദിക്കാറുണ്ട്, റൈറ്റ്. ഇവിടെ നൈറ്റ് ലൈഫ് ഉണ്ടോ? അബ്സല്യൂട്ട്ലി റൈറ്റ്. ഇഫ് യു ലുക്ക് അറ്റ് ബീച്ച് ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു മാറ്റം കൂടി വന്നിട്ടുണ്ട്. ലോട്ട് ഓഫ് വർക്ക് ഈസ് ബീങ് ഹാപ്പനിങ് വിത്ത് ദി കോർപ്പറേഷൻ ആയാലും ശരി, ഗവൺമെൻറ് ആയാലും ശരി, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. സപ്പോസ് ഒരു സ്റ്റുഡൻറ്റ്, ഓക്കെ, ആ സ്റ്റുഡൻറ്റിന് ഇപ്പം ഗൂഗിൾ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പോലത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വിചാരിക്കുക. അപ്പം സപ്പോസ് അയാൾ NIT പഠിച്ചത് അല്ലെങ്കിൽ IIM പഠിച്ചത്. അങ്ങനെ ഒരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഞാൻ കണ്ടിരിക്കുന്നത്, ഐ വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ. നമ്മൾ മൾട്ടിനാഷണൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയേക്കാൾ കൂടുതലായിരിക്കും നമ്മളൊരു സ്മോൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, റൈറ്റ്, വലിയ മൾട്ടിനാഷണൽ ആണെങ്കിൽ നമ്മളൊരു ചെറിയ റോളിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ റോളിൻ്റെ ഡെഫിനിഷൻ നമുക്കൊരു ഭയങ്കര ലാർജ് ലാൻഡ്സ്കേപ്പാണ്. ഓപ്പർച്യൂണിറ്റി നമുക്ക് അപാരമായിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ചെറിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു യങ്സ്റ്ററിന്, ഒരു യൂത്തിന് ഭയങ്കര അപാരമാണ്. ബിക്കോസ് ഫ്രീഡം ടു ഡു എനിത്തിങ് അക്കോർഡിംഗ് ടു യുവർ ഡിസയർ ആൻഡ് അംബിഷൻ. മൾട്ടിനാഷണൽ, ഇപ്പോൾ ഞാൻ ടെക് മഹീന്ദ്രയിലായിരുന്നു, നമ്മളവിടെ ഹയർ ചെയ്യും, നമ്മളെല്ലാം ട്രെയിൻ ചെയ്ത് ഇൻഡക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു മേഖലയിലേക്ക് ഒരു യൂത്തിനെ നമ്മൾ അവിടെ ഏൽപ്പിക്കുന്നു. ആ യൂത്ത് ആ മേഖലയിൽ തന്നെ മാത്രം വർക്ക് ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു യൂത്തിന് ഫിനാൻസിലാണെങ്കിലും എങ്ങനെ ഫിനാൻസ് നടക്കുന്നതെന്ന് അറിയാം, HR എങ്ങനെ നടക്കുന്നതെന്ന് അറിയാം, അഡ്മിനിസ്ട്രേഷൻ അറിയാം. ഈവൻ ദോ ടെക്നിക്കൽ ഒരു മേഖലയിലുള്ള ഒരു ഡെവലപ്പറോ അല്ലെങ്കിൽ ലീഡ് ആണെങ്കിൽ പോലും ഇതെല്ലാം എക്സ്പോഷറാണ് കിട്ടുന്നത്, റൈറ്റ്. സോ ഇഫ് യു ലുക്ക് അറ്റ് എ ഹോളിസ്റ്റിക് ഗ്രോത്ത് ഓഫ് എൻ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ചെറിയ ഓർഗനൈസേഷൻസിലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ എക്സ്പീരിയൻസ്ഡ് ആയുള്ള വെദർ ഗൂഗിളോ മൈക്രോസോഫ്റ്റോ TCSോ കോഗ്നിസൻറ്റോ വിപ്രോ ഇവിടെ നിന്നൊക്കെ വന്നവർക്ക് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. അവിടെ കിട്ടേണ്ട ഉപരിയുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്കത് ബേസിക്കലി ഐ വുഡ് സേ ദാറ്റ് ദേ ക്യാൻ ഗ്രാബ് ഇറ്റ്. ഓക്കെ, അതായത് ഇനി ഈവൻ NIT പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അബ്സല്യൂട്ട്ലി അവിടെ എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും നമ്മൾ അതിനായിട്ടുള്ള എഫേർട്ട് ഉണ്ട്. റൈറ്റ്, വി നീഡ് ടു കീപ് ഓൺ ലേണിംഗ് ആൻഡ് അതർ സ്റ്റഫ്സ്. അബ്സല്യൂട്ട്ലി. ഓക്കെ, ഇനി താങ്കൾ നേരത്തെ സിറ്റി 2.0 എന്ന് പറഞ്ഞു. അപ്പം ഈ സിറ്റി 2.0 KTX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഈ മന്ത് എൻഡിലാണ്. അപ്പം അതിനെ കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? സിറ്റി 2.0 നമ്മൾ അത് നേരത്തെ പറഞ്ഞ മാതിരി സിറ്റീൻ്റെ, കോഴിക്കോടിൻ്റെ സിറ്റി വികസനം, IT മേഖലയിലെ ഒരു വികസനം, അതാണ് നമ്മുടെ ഒരു വിഷൻ. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ എന്താണ് നമുക്ക് ഇവിടുത്തെ IT മേഖലയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, വാട്ട് ഈസ് ദാറ്റ് വി ക്യാൻ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് എന്ന് ആലോചിച്ചപ്പോഴാണ് കാഫിറ്റായിട്ട് സംസാരിച്ചപ്പോൾ ഇവിടെ ഒരു 10-200 മുകളിൽ IT മേഖലയിലെ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത്ര IT വർക്ക് ഫോഴ്സ് ഉണ്ടെന്നും പിന്നെ വേറൊരു നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് മിഡിൽ ഈസ്റ്റ്. മലബാറിൽ അതൊരു യുണീക്ക് ആണ്. എന്നുവെച്ചാൽ ട്രഡീഷണലി 18th century 19th century 20th century നോക്കുകയാണെങ്കിലും മലബാർ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പൈസസും മറ്റ് മേഖലകളും നമ്മൾ ട്രേഡ് ചെയ്തത് മിഡിൽ ഈസ്റ്റിലോട്ടാണ്. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് മിഡിൽ ഈസ്റ്റ് ഇസ് വെരി വെരി സ്ട്രോങ് ആൻഡ് വെരി ഓൾഡ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു IT എക്സ്പോ ചെയ്യാമെന്നും ഇവിടുന്ന് കുറേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജൈറ്റക്സ് ദുബായിൽ നടന്ന ഇവൻറ്റിലൊക്കെ കോഴിക്കോട് നിന്ന് കുറേ റെപ്രസെൻറ്റേഷൻ പോകാറുണ്ട്. കേരള ITക്ക് ഒരു ഏരിയ തന്നെ ഉണ്ട്, കേരള ITക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ കോഴിക്കോട് നിന്ന് പോകുന്ന ഒരു ടീമിൻ്റെ സൈസ് നല്ലതായിരുന്നു, റൈറ്റ്. അതൊരു ഡിഫറൻഷ്യേറ്ററാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇവൻറ്റ് നമുക്ക് കോഴിക്കോട് വെച്ച് ചെയ്യാൻ പറ്റുമോ, അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഗുണം കിട്ടുക, അതിനെ നമ്മളൊരു പഠനം ചെയ്ത് നമ്മൾ പറഞ്ഞു ലെറ്റ്സ് ഡു ആൻ ഇവൻറ്റ് ഓഫ് എൻ ഇൻ്റർനാഷണൽ സ്റ്റേച്ചർ ഇൻ കോഴിക്കോട്. അങ്ങനെ തോട്ട് വെച്ചതിന് ശേഷം എല്ലാ സ്റ്റേക്ക് ഹോൾഡറിനെയും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ
ഈ KTX കേരള ടെക്നോളജി എക്സ്പോ 2024 എന്ന് ലോഞ്ച് ചെയ്തതും അതിപ്പോൾ വരുന്ന ഈ ഫെബ്രുവരി 29th 1st 2nd 3 days ഇവൻ്റ് ആണ്. അതിൽ about 200 സ്റ്റോൾസ് നമ്മൾ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ ഇവിടെ പ്രവർത്തിക്കുന്ന IT കമ്പനികളെ നമ്മൾക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? ഇതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു about 6,000 ഡെലിഗേറ്റ്സ് ആണ്, റൈറ്റ്? ഈ ഡെലിഗേറ്റ്സിൽ നമ്മൾ ട്രൈ ചെയ്ത് നല്ലോണം നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന കുറേ ഡെലിഗേറ്റ്സും സീനിയർ ലെവൽ എക്സിക്യൂട്ടീവ്സും IT മേഖലയിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റ് ലെവലുള്ള ഗസ്റ്റിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ് ഒരുപാട് സീനിയർ വ്യക്തികൾ വരുന്നുണ്ട്. അബ്സല്യൂട്ട്ലി. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നവർക്ക് നമുക്ക് ഇവിടുത്തെ സാധ്യതകളും ഇവിടെ വന്ന് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും അതേമാതിരി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ഇവിടെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാമെന്നും ഇവിടെ കോഴിക്കോട് അന്നത്തെ കോഴിക്കോടല്ല, കോഴിക്കോട് ഒരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ടെന്നും പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ സൗദി അറേബ്യ, റൈറ്റ്, അവർക്ക് 2030 വിഷൻ ഉണ്ട്, റൈറ്റ്? ദേ ആർ ഓൾസോ ഗ്രോയിങ് pretty ബിഗ്. അപ്പോൾ സൗദിയിൽ നിന്നും നമ്മൾ കുറേ ഇൻവെസ്റ്റേഴ്സും അതേമാതിരി ഇങ്ങനത്തെ ഡെലിഗേറ്റ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു 6,000 ഡെലിഗേറ്റ്സും അതിനുപരി ഒരു 100+ സ്പീക്കേഴ്സാണ് നമ്മൾക്ക് ഈ ഇവൻറ്റിലേക്ക് നമ്മൾ ക്ഷണിച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്. നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ആയാലും ശരി, ഊബർ ആയാലും ശരി, മാസ്റ്റർ കാർഡ്, അങ്ങനെ പ്രഗത്ഭരായ കമ്പനികൾ തന്നെ സ്പീക്കേഴ്സായിട്ട് നമ്മളിവിടെ എത്തിക്കുകയും അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇവിടുത്തെ IT കമ്മ്യൂണിറ്റി കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു KTX പറഞ്ഞ ഒരു ഇവന്റ്. നമ്മൾ താങ്കൾ പറയുന്നത് ഗൂഗിള്, ടാറ്റ, ഊബർ, മാസ്റ്റർ കാർഡ് ഇവിടുന്ന് ഓഫീഷ്യൽസ് കോഴിക്കോട് വരുന്നുണ്ട്. എന്താ പറയാ, നമുക്ക് ആമസോണിന്റെ ബിസിനസ് ഹെഡ് വരുന്നുണ്ട്, പേയ്മെന്റ് കാർഡ്സിന്റെ. അത് കുറെ പ്രഗത്ഭരായ ആൾക്കാർ സ്പീക്കേഴ്സ് നമുക്ക് absolutely. So we are trying to get them here only with an intention that ഇവിടുത്തെ IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരൊപ്പം ഇൻട്രാക്ട് ചെയ്യാനും 1-on-1 ഡിസ്കസ് ചെയ്യാനും ബിസിനസ് ഓപ്പർച്യൂണിറ്റി തേടാനും, റൈറ്റ്? അതേമാതിരി അവർക്ക് ഇവിടെ ഇങ്ങനത്തെ ഒക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്ന IT കമ്പനികൾ ഉണ്ടെന്നും നമുക്കന്ന് ഷോക്കേസ് ചെയ്താൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു നമ്മുടെ ഒരു കോഴിക്കോടിൻ്റെ ഒരു വളർച്ച കാണിക്കാൻ പറ്റും. നല്ല കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള സാധ്യതകളൊക്കെ. ആബ്സല്യൂട്ട്ലി. അപ്പോൾ ഇതിൽ നമ്മൾ ഈ KTXൽ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു 6 വെർട്ടിക്കൽസ് ഇൻഡസ്ട്രി സെക്ടേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഈ 6 ഐഡൻറ്റിഫൈ ചെയ്ത സെക്ടേഴ്സും നമ്മൾ എന്താ നോക്കിയെന്ന് വെച്ചാൽ ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഏതൊക്കെ സെക്ടേഴ്സിലാണ് ആ സെക്ടേഴ്സിൽ വെച്ചിട്ടാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സ്മാർട്ട് മാനുഫാക്ചറിങ് ഉണ്ട്, പിന്നെ ഫുഡ് ആൻഡ് അഗ്രോ ഉണ്ട്, പ്രോപ്പർട്ടി ടെക് ഉണ്ട്, ക്രിയേറ്റീവ് ഉണ്ട്, ഫിൻടെക് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ 6 മേഖലയിലാണ് നമ്മൾ സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഹൊറിസോണ്ടലായിട്ട് ടെക്നോളജി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അതിൽ ജനറേറ്റീവ് AI ആയാലും ശരി, ML ആയാലും ശരി, ട്രാൻസ്ഫോർമേറ്റീവ് ആയാലും ശരി, ഇൻഡസ്ട്രി 4.0, അപ്പോൾ അതൊക്കെ ഹൊറിസോണ്ടൽ കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു മേഖലയിൽ പുതിയ ടെക്നോളജിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന റോബോട്ടിക്സിൻ്റെ അല്ലെങ്കിൽ AI VIയുടെ ഒരു എക്സ്പീരിയൻസ് സോണും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും ആമസോണിൻ്റെ ഒക്കെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ടാവും. സാപ്പ് നമുക്ക് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എല്ലാം കൂടിയിട്ട് ഒരു നല്ലൊരു international event, and our idea is it's going to be an annual event. Annual event ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ കോഴിക്കോടത്തെ അല്ല ഒരു ടെക്നോളജി ഇവൻറ്റ് നടക്കുന്നത് ബാക്കി മേഖലയിൽ ബാക്കി സ്റ്റേറ്റ്സിലുള്ളവർക്കും ഇന്നല്ലെങ്കിൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ KTX is an event that we should attend എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ എക്സ്പോഷറും കിട്ടും, അതേമാതിരി ബാക്കിയെല്ലാം നാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ ലെവൽ ഇവൻറ്റ്സ് നടക്കുന്ന മാതിരി നമുക്ക് KTXനെ അങ്ങോട്ട് ബിൽഡ് ചെയ്യാനും പറ്റുന്ന ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, താങ്കൾ പറഞ്ഞു 5000-ൽ കൂടുതൽ ഡെലിഗേറ്റ്സ് വരുന്നുണ്ട്. മോർ ഓവർ അല്ലാതെ വിസിറ്റേഴ്സും ഉണ്ടാവും. അപ്പം മേ ബി അപ് ടു 10,000 വരെ പോവാം. അപ്പോൾ ഇത്രയും പേര് നമ്മളുടെ കോഴിക്കോട് വരുന്ന നേരത്ത് അവർക്കുള്ള അക്കോമഡേഷനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? ഇത് നമ്മൾ കാഴ്ച കണ്ട് തിങ്കിങ് ഓവർ ഇറ്റ് നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ ഇവിടുത്തെ എല്ലാ ഹോട്ടലിയേഴ്സും ബാക്കി ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കാര്യമൊക്കെ നമ്മൾ ചേംബറിൽ വെച്ചൊരു മീറ്റിംഗ് നടത്തി അവരുടെ അടുത്ത് ഒരു ഡിസ്കഷൻ നടത്തിയായിരുന്നു. ഇങ്ങനത്തെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇത്ര ഡെലിഗേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ കൂട്ടായ്മയായിട്ട് നമുക്കറിയാം ലിമിറ്റേഷൻസ് ഉണ്ടാവും, പക്ഷേ വി ആർ ഹോപ്പ്ഫുൾ ദാറ്റ് വി വിൽ ബി ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ദം. ടൂറിസം മേഖലയിലും നമുക്കതിൽ സപ്പോർട്ട് ചെയ്തിട്ടും അതേമാതിരി ഈ കോഴിക്കോടല്ല നമുക്ക് വയനാട്, മലപ്പുറം ഇങ്ങനെ എല്ലാം ഫുള്ള് ഹോളിസ്റ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഉറപ്പുണ്ട്. ബട്ട് ഇറ്റ്സ് എ ചാലഞ്ച്, റൈറ്റ്? ഈ ഒരു ഫസ്റ്റ് ഇവൻ്റ് ആണ്, ഡെബ്യൂ ആണ്. അപ്പോൾ
ഇതിൽ നിന്ന് കുറേ പാഠങ്ങൾ നമ്മൾ പഠിക്കും, നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്ത് അത് ഡിസൈഡ് ചെയ്യും എന്നാണ് നമ്മൾ നോക്കുന്നത്. ബട്ട് ഐ തിങ്ക് വി ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ടഡ് ഇവന്റും ആണ്. ഇറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓണറബിൾ ചീഫ് മിനിസ്റ്റർ വരുമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതേമാതിരി മിനിസ്ട്രി ഓഫ് ടൂറിസം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് മിനിസ്ട്രി, ഗവൺമെൻറ് സപ്പോർട്ട് നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി പരിശ്രമിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. പിന്നെ ആക്ച്വലി ആർക്കൊക്കെയാണ് ആക്ച്വലി ഈ ഇവന്റ്, അതായത് സ്റ്റുഡൻസിന് വരാൻ പറ്റുമോ, എഞ്ചിനീയേഴ്സിന് വരാൻ പറ്റുമോ, ഇൻവെസ്റ്റേഴ്സിന്? റൈറ്റ്. നമ്മൾ ഡെലിഗേറ്റ്സ് ആയിട്ട് കാണുന്നത് പ്രൈമറിലി ഈ CXO, CEOs, ഡിസിഷൻ മേക്കേഴ്സ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഒരു സെഗ്മെൻറ്റ് നമുക്ക് ഫോക്കസ്ഡ് സെഗ്മെൻറ്റ് നമുക്ക് ആ ലെവൽ ഓഫ് ഡെലിഗേറ്റ്സിനാണ് നമ്മൾ കാണുന്നത്. അതിനുപരി നമ്മൾ ഇൻവെസ്റ്റേഴ്സ്, നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ഈ കമ്പനീസിൽ ഉള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ മേഖലയും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പുറമേ നമ്മൾ ടെക്നോളജി, നമ്മൾ ഈ IT മേഖലയിൽ പറയും ടെക് ഗീക്സ് എന്ന് പറയും. ടെക് ഗീക്സ്ക്ക് പറ്റുന്ന ഒരു പ്രോഗ്രാംസ് നമ്മൾ കാർവ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നത് വെച്ചാൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖാന്തരം നമ്മൾ ചില സ്പെസിഫിക് വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് AI മുകളിലും റോബോട്ടിക്സിൻ്റെ മുകളിലും AI/AI മുകളിലും അതേമാതിരി ഗൂഗിളായിട്ട് നമ്മൾ ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓഡിയൻസിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് മാസ്റ്റർ ക്ലാസ്സും വർക്ക്ഷോപ്സും നമ്മൾ ഇതിൽ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റുഡൻസിനും വരാം, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും വരാം. വെച്ചാൽ ആ സ്റ്റുഡൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു എക്സ്പോഷറും കിട്ടണം. റൈറ്റ്. സ്റ്റുഡൻസും ഉണ്ട്, ജനറൽ പബ്ലിക്കിനും നമുക്ക് ലാസ്റ്റ് ഡേ നമ്മൾ ഓപ്പൺ അപ്പ് ആക്കാമെന്ന് വിചാരിക്കുന്നത്. ബട്ട് മോർ ഓർ ലെസ് ഈ ഒരു മിക്സ് ഓഫ് ഡെലിഗേറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. അതായത് ഇനി ജൈടെക്സ് ദുബായിൽ പോകണമെന്നില്ല, ഇവിടെ ഉണ്ടല്ലേ? ആബ്സല്യൂട്ട്ലി. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ IT മേഖലയിലേക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ കുറച്ച് ഫൗണ്ടേഴ്സും CEOസിൽ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ജൈടെക്സ് ഹാസ് ഗ്രോൺ പ്രെറ്റി ബിഗ്. അപ്പോൾ അവിടെ അത്ര വലിയ ബിഗ് എൻവയറമെൻറ്റിൽ നമ്മുടെ പ്ലേസ്മെൻറ്റ് കുറേ മിനിസ്ക്യൂലായി മാറി. റൈറ്റ്. ഇപ്പോൾ നമ്മൾ ഇത്ര ദൂരം പോയി ഇരുന്നാലും നമുക്ക് കിട്ടുന്ന ഒരു മൈലേജ്, റീച്ച് ഒരു ചലഞ്ചാണ്. റൈറ്റ്. അപ്പോൾ ആ സെയിം എഫക്റ്റ് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കിട്ടിയാൽ അതെന്തായിരിക്കും, ഇറ്റ്സ് ഗോയിങ് ടു ബി പ്രിറ്റി ബെനിഫിഷ്യൽ ഫോർ അസ് എന്നുള്ളൊരു തോട്ടും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ KTX കാണുന്നതും ആ ഒരു ഫ്രെയിം വർക്കും ആ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ KTXും ഈ പ്രാവശ്യം പ്ലാൻ ചെയ്യുന്നത്. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ഗുഡ്. നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് ഇവിടെ നമ്മളുടെ സൈബർ വാക്കൊക്കെ ഫുള്ളാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഒരു പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഓവറോൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ ഒരു IT എക്കോസിസ്റ്റം എന്തായാലും വളരുക തന്നെയാണല്ലോ അല്ലേ? ആബ്സല്യൂട്ട്ലി. എ പോയിന്റ് ദാറ്റ് യു ബ്രോട്ട് ഇറ്റ് അപ്പ് ഇസ് പ്രിറ്റി ഗുഡ്. വെരി റീസെൻ്റ്ലി ഇപ്പോൾ നമുക്കൊരു പുതിയ ബിൽഡിങ്ങിൻ്റെ സാങ്ഷൻ കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിൽ നിന്ന്. അതൊരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു ഗെറ്റ് എ 1 ടവർ ഇൻ സൈബർ പാർക്ക്. റൈറ്റ്. അബൌട്ട് 184 crores ഗവൺമെൻറ് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെൻഡറിങ് പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് CEO ആയിട്ട് സംസാരിച്ചപ്പോഴും GM ആയിട്ട് സംസാരിച്ചപ്പോൾ. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദെയർ. അതല്ലാതെ തന്നെ നമുക്കിവിടെ കുറച്ച് ലാൻഡ് ഉണ്ടെന്നാണ് KSITL നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ലാൻഡിനെ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റേഴ്സ് കൊണ്ട് ഹാൻഡ് ഷേക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ ഒരു പോസിറ്റീവ് പറയണമെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കണ്ട മാതിരി അല്ല ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ഒപ്പം ഒരു സമീപനം. ഗവൺമെൻറ് ഈസ് റിയലി കൊളാബറേറ്റീവ്. നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ റൈറ്റ് നമ്മുടെ രീതിയിൽ മാറ്റം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് നമ്മൾ കാണുന്നുണ്ട്. സോ കൊളാബറേറ്റീവായിട്ട് ചെയ്യണം. കുറേ ഒരു മാനദണ്ഡങ്ങൾ നമ്മൾ ചേംബറിലൊപ്പം ഇരുന്ന് KSITLയുടെ MD ഡോക്ടർ സന്തോഷ് ബാബു സാറുമായിട്ടും അല്ലെങ്കിൽ സുശാന്ത് കരുന്തൽ CEO ആയിട്ട് ഇരുന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു വെച്ചാൽ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ അവർക്ക് പോസിറ്റീവ് ആണെന്നും ആ രീതിയിൽ മാറ്റിയെടുക്കാമെന്നും പറഞ്ഞ് മാറ്റിയെടുത്ത് നമ്മളെ കൊണ്ടുവന്നു. അപ്പോൾ ആ രീതിയിലാവുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെ നമുക്ക് കുറേ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പറ്റും. അതും കൂടി നമ്മൾ ഈ ഇവൻറ്റിലൂടെ നേടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ലെവൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് എന്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമുക്ക് ഒരു ടവറും വരുവാണെങ്കിൽ അതിനുപരി വേറെ ഇൻഫ്രാസ്ട്രക്ചറും കൂടി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സാധ്യത കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു പോസിറ്റീവ് പോയിൻ്റാണ്. ഒന്ന്. സെക്കൻഡ് നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഹൗ ഫാസ്റ്റ് വി ക്യാൻ ബിൽഡ് ആൻ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു 11 months 12 monthsൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു 1 lakh square feet ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കെപ്പബിലിറ്റീസ് നമുക്ക് ഉണ്ട് പ്രൈവറ്റ് പാർട്ട്നേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനത്തെ ഉണ്ടെന്നെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് കൂടെ
നമുക്ക് അതും കൂടി നേടിയെടുക്കാൻ പറ്റും. അതിന് ആയിട്ട് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രത്യേകിച്ച് നമ്മൾ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇതിന് പറ്റുന്ന എന്ത് സഹായങ്ങളും, റൈറ്റ്, വെദർ ഇറ്റ് ഇസ് ലോക്കൽ കോർപ്പറേഷനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേംബറിൽ, മലബാർ ചേംബർ കൊമേഴ്സിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് മുഖാന്തരം പ്രവർത്തിക്കുകയും ഇങ്ങനത്തെ വരുന്ന ഈ ബോത്ത് സൈഡ്സ് ഒരു മേഖലയിൽ IT കമ്പനിയിൽ വരുന്നവരോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നവരൊക്കെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് സപ്പോർട്ട് ചെയ്ത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കാമെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ പരിശ്രമിക്കുന്നത് വെച്ചാൽ കോഴിക്കോടിനെ പെട്ടെന്നൊരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ വിത്തിൻ 2 years നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പും കൂടിയുണ്ട്.